വലിയ നോമ്പുകാലം 8-ാം ദിവസം. ഈ നോമ്പുകാലം വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. ആ വീണ്ടെടുപ്പിനായിട്ട് നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മസംയമനമാണ്. ഈ ആത്മസംയമനത്തിലൂടെയാണ് മനുഷ്യൻ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുന്നത്. ആത്മസംയമനം മനുഷ്യജീവിതത്തിൻ്റെ കോട്ടയാണ്. കോട്ടയില്ലാത്ത പട്ടണം അരക്ഷിതാവസ്ഥയിലാണ്. ഏത് സമയത്തും ശത്രുവിന് അതിനെ അനായാസം കീഴടക്കാൻ കഴിയും. ആത്മസംയമനമുള്ള ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. മനസ്സിൻ്റെ നിയന്ത്രണമാണ് ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന് സഹായകരമാകുന്നത്. ദാവീദിനെപ്പോലെ അവിചാരിതമായ ഒരു നോട്ടം ആവേശകരവും ബോധപൂർവവുമായ ഒരു കാഴ്ചയായി മാറുമ്പോൾ ആത്മസംയമനം നഷ്ടമാകുന്നു. വിലക്കപ്പെട്ട രുചികൾക്ക് പിന്നാലെ പോകുന്നതും നാവുകൊണ്ട് വ്യർത്ഥമായ ദുർഭാഷണം നടത്തുന്നതും ശുദ്ധതയ്ക്കെതിരാണ്. എല്ലാ ശബ്ദങ്ങൾക്കും നേരെ തുറന്നിരിക്കുന്ന മനുഷ്യൻ്റെ കാതുകൾ ശബ്ദങ്ങളെ വിവേചിച്ച് സ്വീകരിക്കാനാവാത്ത മനുഷ്യൻ്റെ നിസ്സഹായതയെ ചൂണ്ടിക്കാട്ടുന്നു. കേൾക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്കിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എത്ര ശ്രമിച്ചിട്ടും വീഴുന്നുണ്ട് ഞാനും നീയും എല്ലാവരും. എങ്കിലും നിരാശയോ കുറ്റമോ ബോധമോ നമ്മെ തളർത്താൻ അനുവദിക്കരുത്. നമ്മളൊരു പരാജയമാണെന്ന് ഒരിക്കലും കരുതരുത്. കാരണം ലോകത്തെ കീഴടക്കിയവൻ കൂടെയുണ്ട്. അവൻ്റെ കരുണയുടെ കടലിൽ മുങ്ങിത്താഴാൻ നമ്മുടെ അനുതാപവും സ്നേഹവും കാഴ്ചയായി നൽകേണ്ടതുണ്ട്. വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ നമ്മളിനിയും വീണുപോയിട്ടില്ല എന്നത് നമ്മെ ശക്തിപ്പെടുത്തണം. കാരണം നമുക്ക് വേണ്ടി ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നത് അബദ്ധമല്ലേ? കാലത്തെ പഴിച്ചും വീഴ്ചയെ ശപിച്ചും ആയുസ് തള്ളി നീക്കാതെ അവൻ്റെ കരുണക്കടലിൽ മുങ്ങിത്താഴാം. ക്രിസ്തു നൽകുന്ന ആനന്ദത്തിൽ നീന്തിത്തുടിക്കാൻ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം.